ഇന്നൊരു ചേട്ടൻ ആത്മഹത്യ ചെയ്തു. നിങ്ങളെല്ലാവരും ന്യൂസ് കണ്ടു കാണും. ഒരാണാണ് മരിച്ചത്. ഇവിടെ ആർക്കൊരു പ്രശ്നമില്ല ആണ് മരിച്ചത് കൊണ്ട്. ഒരു ലേഡി കാരണമാണ് ഒരാണ് മരിച്ചത്. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ ആരും ഒരു പ്രശ്നമാക്കാനും പോകുന്നില്ല. 2-3 പേര് ഇപ്പം എന്തോ കേസ്, ഇപ്പം പുരുഷ കമ്മീഷൻ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ എന്തൊക്കെ ഒരു കാര്യമില്ല ഇതിൻ്റെ അകത്ത്. കാരണം ഇവിടെ ഒരാണാണ് മരിച്ചത്. എടുത്തു പറയേണ്ട ഇവിടെ ഒരാണാണ് മരിച്ചത്. ആ ലേഡി എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യം അവർക്ക് നടന്നു. അവർ വൈറലായി, പിന്നെയും വൈറലായിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തീയാണ്. നിങ്ങളുടെ റീച്ചിന് വേണ്ടി മറ്റൊരുത്തൻ്റെ ലൈഫ് വെച്ചല്ല കളിക്കേണ്ടത്. പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അത് കേസ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ദ സ്പോട്ട് അവിടെ പ്രതികരിച്ച് ചെപ്പക്കുറ്റിക്ക് 2 കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ വെച്ച് ആ ഒരു സംഭവം ഇതാക്കും. നിങ്ങൾ എന്തിന് സോഷ്യൽ മീഡിയയിലിട്ട് ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആക്കണം? ഇത് നിങ്ങൾ സത്യം പറയട്ടെ, എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം, അതായത് അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ അവിടെ നിന്ന് കൊടുക്കുന്നത്. നിങ്ങൾ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരനൊരു അബദ്ധം പറ്റി. പുള്ളിക്കാരൻ അവിടെ ചതിക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം പുള്ളിക്കാരൻ താല്പര്യകക്ഷിയാന്ന് വിചാരിച്ചു. നിങ്ങൾ അവിടെ മുട്ടാൻ നിന്ന് കൊടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ മുട്ടിച്ച് കൈയൊന്ന് മുട്ടിയിട്ടുണ്ട്. ഇല്ലെന്നല്ല, പുള്ളി ടച്ച് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് കൈ കൊണ്ടൊന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി തെറ്റിദ്ധരിക്കപ്പെട്ടു. അവിടെ പുള്ളിക്കാരൻ വിചാരിച്ചു നിങ്ങൾ താല്പര്യകക്ഷിയാണ്, അപ്പം മുട്ടാം. കാരണം അവിടെ പ്രശ്നമായില്ലല്ലോ. ആദ്യം മുട്ടിയപ്പോഴും നിങ്ങളവിടെ പ്രശ്നമാക്കിയില്ലല്ലോ. നിങ്ങളവിടെ പുള്ളിക്കാരനോട് എതിർത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ പുള്ളിയെ തട്ടി മാറ്റാനോ കാര്യങ്ങളൊന്നും നിന്നില്ല. അപ്പോൾ പുള്ളി താല്പര്യകക്ഷിയെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തും പുള്ളിക്കാരൊന്ന് ടച്ച് ചെയ്തത്. നിങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോഴെല്ലാം അത് മനസ്സിലാവുന്നുണ്ട്. കാരണം ടച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കറക്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖത്തെ സന്തോഷം അവിടെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊരുത്തൻ്റെ ജീവൻ വെച്ചാണ് കളിച്ചത്. ദയവ് ചെയ്ത് ഇനി ഇമാതിരി പരിപാടി ആരും കാണിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കുക. സോഷ്യൽ മീഡിയ അല്ല കോടതി. നിങ്ങൾ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ വെച്ചാണ്ട് ചിബിക്കലിനൊരെണ്ണം കൊടുക്കുക. ഇങ്ങനെ ഒഴിവാക്ക്. അല്ലാതെ സോഷ്യൽ മീഡിയ ഇട്ട് വൈറലാവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ചേ. അവൻ സൂയിസൈഡ് ചെയ്ത് മരിച്ചെന്നല്ല, അവൻ ചത്ത്. ആർക്ക് പോയി? പുള്ളിക്കാരൻ്റെ പോയി, പുള്ളിക്കാരൻ്റെ വീട്ടുകാർക്ക് പോയി. ആ ചേട്ടൻ ഇതാവുക, തീർന്നേ. ഒന്നും പറയാനില്ല അതിൻ്റെ അകത്ത്. കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നി. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല. പക്ഷേ ഒരു ജീവൻ പോയത്, ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒരു ജീവൻ പോയെന്ന് കേട്ടപ്പോഴത്തേക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അതുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. അനെന്തോ പറയുന്ന പോലെ.